വള്ളത്തോൾ അച്ഛനും മകളും. പതിദേവതയായ ശകുന്തള അച്ഛനെ അനുനയ വാക്കുകൾ പറഞ്ഞ് ശമപ്പെടുത്തുന്നു. അങ്ങനെ ശാന്തകോപനായി പ്രസന്നനായി തീർന്ന വിശ്വാമിത്രൻ അചിരേണ ഭർത്തസമാഗമം ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച മകളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് അച്ഛനും മകളും എന്ന ഖണ്ഡകാവ്യത്തിലെ പ്രതിപാദ്യ വിഷയം. ഈ പ്രതിപാദ്യ വിഷയത്തിൻ്റെ വൈചിത്ര്യവും ഘടനാസൗഷ്ഠവും സഹൃദയന്മാർക്ക് സ്വയം വേദ്യമായിട്ടുള്ളതാകയാൽ തദ്വൈഷികമായ പ്രപഞ്ചനം ഇവിടെ ആവശ്യമായി തോന്നുന്നില്ല. പൗരാണികമായ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഇങ്ങനെയുള്ള ഒരു പ്രതിപാദ്യ വിഷയം കൽപ്പിച്ചതിനെപ്പറ്റി മാത്രം 2 വാക്ക് പറയേണ്ടതുണ്ട്. സാഹിത്യം സമകാലികങ്ങളായ സാമുദായിക പ്രമേയങ്ങളെ വിഷയീകരിക്കണമെന്നുള്ള വാദം തലയുർത്താൻ തുടങ്ങിയിട്ടുള്ള ഇക്കാലത്ത് കാവ്യനിർമ്മാണത്തിന് ഇതിഹാസ വിഷയങ്ങളെ സ്വീകരിക്കുന്നതിൽ ആക്ഷേപമുള്ളവർ പലരും ഉണ്ടായിരിക്കാം. ഇന്നത്തെ ലോകത്തിൽ ഇന്നത്തെ ജനസമുദായത്തെ സംബന്ധിച്ചുള്ള എത്രയോ അധികം വിഷയങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ നിരന്നു നിൽക്കുമ്പോൾ കാവ്യരചനയ്ക്ക് വിഷയം കിട്ടുന്നതിനായി കഴിഞ്ഞ കാലത്തിൻ്റെ നഷ്ടശിഷ്ടങ്ങളായ പുരാണേതിഹാസങ്ങളുടെ മറാല കെട്ടിയ കലവറക്കുള്ളിൽ കൈയിട്ട് തപ്പുന്നത് എന്തിനാണെന്ന് അവർ ചോദിച്ചേക്കാം. സാഹിത്യകാരൻ്റെ ഭാവനാശക്തി സമീപസ്ഥമായ വർത്തമാനകാലത്തിൻ്റെ സജീവ പ്രശ്നങ്ങളെ തട്ടി നീക്കി ദൂരത്ത് കിടക്കുന്ന ഭൂതകാലത്തിൻ്റെ ശവക്കറയിലുള്ള ജീർണവസ്തുക്കളെ തോണ്ടിയെടുത്തു കൊണ്ടുവരുന്നത് പിന്തിരിപ്പൻ മനസ്ഥിതിയുടെ ലക്ഷണമാണെന്നവർ വാദിച്ചേക്കാം. പക്ഷെ ആരെന്ത് വാദിച്ചാലും യഥാർത്ഥ സാഹിത്യം അതിൻ്റെ സ്വതന്ത്രമായ സ്വന്തം മാർഗത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഭൂതകാലമെന്നും വർത്തമാനകാലമെന്നുമുള്ള അതിർത്തി വരമ്പുകളൊന്നും അതിനില്ല. ഏത് കാലത്തെ മനുഷ്യചരിത്രത്തെ വർണ്ണിക്കുകയായാലും എല്ലാ കാലത്തും ഒരുപോലെ നിൽക്കുന്ന മനുഷ്യ